നമസ്കാരം. പ്രാദേശിക വാർത്തകൾ. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മാർവൽ ഏജൻസീസ് തൃശൂർ റോഡ് ഇരിങ്ങാലക്കുട. ഇരിങ്ങാലക്കുടയിലെ സമ്പൂർണ്ണ ഡിജിറ്റൽ ഹബ് മൊമെന്റ് സൂപ്പർ ഷോപ്പിംഗ് ഡാന ഇരിങ്ങാലക്കുട. ഇരിങ്ങാലക്കുട നഗരസഭയിൽ നിന്നും ബാങ്കിൽ അടയ്ക്കാതെ ക്രമക്കേട് നടത്തിയത് 99.70 ലക്ഷം രൂപയെന്ന് ഓഡിറ്റ് റിപ്പോർട്ട്. കഴിഞ്ഞ മാർച്ച് 23-ന് നഗരസഭാ റവന്യൂ വകുപ്പ് നടത്തിയ പ്രാഥമിക അന്വേഷണത്തിലാണ് 14 ലക്ഷം രൂപയുടെ സാമ്പത്തിക ക്രമക്കേട് കണ്ടെത്തുന്നത്. തുടർന്ന് നടത്തിയ വിശദമായ പരിശോധനയിൽ 46 ലക്ഷം രൂപയുടെ ക്രമക്കേട് കണ്ടെത്തുകയായിരുന്നു. സാമ്പത്തിക ക്രമക്കേട് കണ്ടെത്തിയതിനെ തുടർന്ന് നഗരസഭാ സെക്രട്ടറി LSGD ജോയിന്റ് ഡയറക്ടർക്ക് റിപ്പോർട്ട് നൽകിയതിനെ തുടർന്ന് ജോയിന്റ് ഡയറക്ടറുടെ ഓഫീസിൽ നിന്നുള്ള സംഘമാണ് നഗരസഭയിലെത്തി പരിശോധന നടത്തി റിപ്പോർട്ട് സമർപ്പിച്ചത്. അന്വേഷണത്തിൽ ക്രമക്കേട് കണ്ടെത്തിയതിനെ തുടർന്ന് പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ അന്വേഷണ സംഘം റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നഗരസഭയിൽ കാഷ്യറായി പ്രവർത്തിച്ചു വരുന്ന കോണത്തുകുന്ന് സ്വദേശി പയ്യപ്പള്ളി വീട്ടിൽ 55 വയസ്സുള്ള ത്രിദീപിനെ അന്വേഷണ വിധേയമായി കൃഷിവകുപ്പ് ജോയിന്റ് ഡയറക്ടർ സസ്പെൻഡ് ചെയ്തിരുന്നു. കൃഷിവകുപ്പിൽ നിന്നും ഉദ്യോഗസ്ഥ പുനർവിന്യാസത്തിന്റെ ഭാഗമായി 2014-ലാണ് ത്രിദീപൻ ഇരിങ്ങാലക്കുട നഗരസഭയിൽ കാഷ്യറായി എത്തുന്നത്. ബാങ്കിൽ തുക അടച്ചതായി കാണിച്ച് കൃത്രിമമായി ബാങ്ക് സ്റ്റേറ്റ്മെന്റ് തയ്യാറാക്കി ഓഡിറ്ററിന് ഹാജരാക്കിയെന്നും പ്രതിദിന കളക്ഷൻ തുകകൾ ബാങ്കിൽ അടച്ചില്ലെന്നും ഓഡിറ്റർ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. 2024-25 വർഷത്തെ ഇരിങ്ങാലക്കുട നഗരസഭയിലെ ഓഡിറ്ററിന്റെ ഭാഗമായി 2024 ഏപ്രിൽ 1 മുതൽ 2026 മാർച്ച് 31 വരെയുള്ള കാലയളവിലെ തനത് ഫണ്ട് പണം അടയ്ക്കൽ പരിശോധനയിൽ പല ദിവസങ്ങളിലും ഡേ ബുക്ക്, ക്യാഷ് ബുക്ക്, സമ്മറി എന്നീ പ്രകാരമുള്ള പ്രതിദിന കളക്ഷൻ തുക പൂർണ്ണമായും ബാങ്കിൽ അടയ്ക്കാതെ കൃത്രിമ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് തയ്യാറാക്കി SBI ഇരിങ്ങാലക്കുട ബ്രാഞ്ചിൽ അടയ്ക്കാത്ത തുകകൾ അടച്ചതായി രേഖപ്പെടുത്തിയതായും അന്വേഷണ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. കേസ്മാർട്ടിൽ പരിശോധിച്ചതിൽ ഭൂരിഭാഗം എൻട്രികളും ബാങ്കിൽ തുക അടച്ചതിന് തെളിയിക്കുന്ന ബാങ്ക് സീലോട് കൂടി ചലാൻ അപ്ലോഡ് ചെയ്യാതെയാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇത് രേഖപ്പെടുത്തുന്നതിനും പരിശോധിക്കുന്നതിനും അംഗീകരിക്കുന്നതിനും കേസ്മാർട്ടിൽ സംവിധാനം ഉണ്ടോ എന്നും മേൽനോട്ട ചുമതലയുള്ള ഉദ്യോഗസ്ഥർ പരിശോധിക്കേണ്ടതാണെങ്കിലും അത് ഉണ്ടായിട്ടില്ല. 2007-ലെ മുനിസിപ്പാലിറ്റി അക്കൗണ്ട്സ് ചട്ടങ്ങൾ പ്രകാരം ആഴ്ചതോറും ബാങ്ക് സ്റ്റേറ്റ്മെന്റുകൾ പരിശോധിച്ച് സ്ഥാപനത്തിന്റെ പ്രതിദിന കളക്ഷനുകൾ പൂർണ്ണമായും ബാങ്കിൽ അടച്ചുവെന്ന് ഉറപ്പുവരുത്തേണ്ടതും ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ചകൾ കാണുന്ന പക്ഷം അത് അക്കൗണ്ട്സ് ഓഫീസറുടെ അല്ലെങ്കിൽ സെക്രട്ടറിയുടെ ശ്രദ്ധയിൽപ്പെടുത്തേണ്ടത് മുനിസിപ്പാലിറ്റിയിലെ അക്കൗണ്ടന്റിന്റെ ഉത്തരവാദിത്തമാണ്. എന്നാൽ തുകകൾ അടയ്ക്കുന്നതിൽ വന്ന വീഴ്ച അക്കൗണ്ടന്റ് യഥാക്രമം ഇവരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് അന്വേഷിക്കണമെന്നും റിപ്പോർട്ടിൽ നിർദ്ദേശിച്ചിട്ടുണ്ട്. നഗരസഭയിൽ നടന്ന പ്രാഥമിക അന്വേഷണത്തിൽ ക്രമക്കേട് കണ്ടെത്തിയതിനെ തുടർന്ന് പുതിയതായി ചുമതലയേറ്റ നഗരസഭാ സെക്രട്ടറി ഇരിങ്ങാലക്കുട പോലീസിലും വിജിലൻസിലും പരാതി നൽകിയിട്ടുണ്ട്. ഇരിങ്ങാലക്കുട നഗരസഭയിൽ നടന്ന സാമ്പത്തിക ക്രമക്കേട് നഗരസഭാ ഭരണ നേതൃത്വത്തിന്റെ പരാജയമെന്ന് പ്രതിപക്ഷം. വിട്ടുവീഴ്ചയില്ലാതെ നടപടി ഉണ്ടാകുമെന്നും പണം തിരിച്ചുപിടിക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കുമെന്നും മുനിസിപ്പൽ ചെയർമാൻ MP ജാക്സൺ. തിങ്കളാഴ്ച ചേർന്ന അടിയന്തര കൌൺസിൽ യോഗത്തിലാണ് ഒന്നാമത്തെ അജണ്ടയായി സാമ്പത്തിക ക്രമക്കേട് പരിഗണനയ്ക്ക് വന്നത്. വിഷയത്തിൽ നഗരസഭ എടുത്ത നടപടികൾ മുനിസിപ്പൽ ചെയർമാൻ MP ജാക്സൺ വിശദീകരിച്ചു. തുടർന്ന് സംസാരിച്ച BJP പാർലമെന്ററി പാർട്ടി ലീഡർ TK ഷാജു സാധാരണക്കാരന്റെ നികുതി പണമാണ് കൊള്ളയടിക്കപ്പെട്ടിട്ടുള്ളതെന്നും ഗുരുതരമായ കൃത്രിമ വിലോപമാണ് നടന്നിട്ടുള്ളതെന്നും കുറ്റപ്പെടുത്തി. നഗരസഭയുടെ പണം നഷ്ടപ്പെട്ട സംഭവത്തിൽ നഗരസഭാ ഭരണ നേതൃത്വത്തിന് ഉത്തരവാദിത്തമുണ്ടെന്ന് LDF പാർലമെന്ററി പാർട്ടി ലീഡർ PV ശിവകുമാർ പറഞ്ഞു. ഉദ്യോഗസ്ഥ പുനർവിന്യാസം നടത്താതെ സാമ്പത്തിക ക്രമക്കേടിന് സാഹചര്യം ഒരുക്കുകയായിരുന്നു. സമഗ്രമായ വിജിലൻസ് അന്വേഷണം നടത്തണമെന്നും PV ശിവകുമാർ പറഞ്ഞു. സാമ്പത്തിക ക്രമക്കേട് നടത്തിയവർക്കെതിരെ വിട്ടുവീഴ്ചയില്ലാതെ നടപടി സ്വീകരിക്കണമെന്നും ഉത്തരവാദികളായവർക്കെതിരെയും നടപടി ഉണ്ടാകണമെന്നും മുനിസിപ്പൽ ചെയർമാൻ MP ജാക്സൺ പറഞ്ഞു. വിജിലൻസ് അന്വേഷണത്തിന് നഗരസഭയാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. നഗരസഭയുടെ ദൈനംദിന പ്രവർത്തനങ്ങളിൽ നഗരസഭാ ഭരണസമിതിക്ക് പങ്കില്ല. മുനിസിപ്പൽ സെക്രട്ടറിയാണ് ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നതെന്നും MP ജാക്സൺ ചൂണ്ടിക്കാട്ടി. നമുക്കിതിനെ പറ്റിയൊന്നും അറിയണം, കൃത്യമായിട്ട് അറിയണം. ചിലവർ പറയുന്നത് ഈ 2014 കാലഘട്ടം തുടങ്ങിയ സ്റ്റേറ്റ്മെന്റ് എടുത്തു കഴിഞ്ഞാൽ 1 കോടിക്ക് മേലെ അപ്പുറത്തൊക്കെ പോകുന്ന ഒരു ഫിഗറൊക്കെയാണ് ആളുകൾ പറയുന്നത്. ആദ്യം പറഞ്ഞപ്പോൾ 14 ലക്ഷത്തിൽ തട്ടി പോകുന്നു. ഇപ്പൊ അവസാനം വന്നപ്പോൾ 99 ലക്ഷം വന്നത്. ഇത് കേസ്മാർട്ട് വന്നു.
നമുക്കറിയാം ഏത് കാര്യം ഉണ്ടെങ്കിലും ഇപ്പൊ നമുക്ക് ക്യാഷ് മാർട്ടിൽ ഇപ്പൊ 260 റിങ്ങിന്റെ പൈസ അടയ്ക്കണമെന്നുണ്ടെങ്കിൽ തന്നെ അടിയിൽ ഡിമാൻഡ് ചെയ്ത് മൊബൈലിൽ മെസ്സേജ് വന്ന് അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ പോയി പൈസ അടയ്ക്കുന്നത്. അപ്പൊ സർക്കാരിന് സുതാര്യമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ക്യാഷ് മാർട്ട് സംവിധാനങ്ങളും മറ്റു സംവിധാനങ്ങളും കൊണ്ടുവന്നാൽ എങ്ങനെ ഇങ്ങനെ തട്ടിപ്പ് നടത്തുമ്പോൾ ഇവിടുത്തെ മറ്റുദ്യോഗസ്ഥരോ അല്ലെങ്കിൽ ഭരണ നേതൃത്വം കൊടുക്കുന്നവരോ ഇത് അറിയാതെ ഇതെങ്കിലും ചെയ്യാൻ പറ്റുന്ന എന്തായാലും ഇതിനൊരു ഓഡിറ്റിംഗ് സെക്ഷൻ, ഇന്റേണൽ ഓഡിറ്റിംഗ് എന്നുള്ള ഒരു വിഭാഗം ഇവിടെ ഇതിനകത്തുണ്ടാവുന്നുണ്ടോ? ഇപ്പൊ പല സ്ലിപ്പുകളിലും ഇപ്പൊ ഞാൻ പെട്ടെന്ന് ഓടിച്ചു വായിച്ചില്ല, ബാങ്ക് സീലോട് കൂടിയ ചലാൻ അപ്ലോഡ് ചെയ്തിരിക്കും. എന്നാൽ ചെയ്യാത്ത കേസുകളാണ് പലരും സീല് വെച്ചിട്ടില്ല. ആദ്യം 16 ലക്ഷം 16 ലക്ഷം പുതുക്കി തീർക്കാൻ ചോദിച്ചു നമ്മുടെ ഉദ്യോഗസ്ഥർക്ക് മനസ്സിലാക്കാൻ സാധിച്ചേ. അതിൽ കൂടുതൽ സെക്രട്ടറികൾ വന്നിട്ട് RJD തന്നെ അന്വേഷിക്കാവുന്ന ഉദ്യോഗസ്ഥരുടെ ഒരാള് JD ഓഫീസ് ആ JD കള്ളം ചെയ്താക്കണം പോലെ. കാരണം അദ്ദേഹം കൂടുതൽ കാലം സെക്രട്ടറി സമയത്ത് അവിടെ ഇത് അദ്ദേഹത്തിന് പങ്കിട്ട് അന്വേഷിക്കണം. കാരണം അതുകൊണ്ട് സമഗ്രമായ വിജിലൻസ് അന്വേഷണം നമ്മുടെ JD വിജിലൻസ് പോരാ, സർക്കാരിന്റെ തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ പോരാന്ന് പറയുന്നത്. കാരണം അത് വിജിലൻസിന് കൊടുക്കണം. നിങ്ങൾ കൊടുത്ത് ഞങ്ങൾക്ക് വിശദമായി കൊടുക്കാനും ജാഗ്രത ഞങ്ങൾ കൊടുക്കും. കാരണം ഈ ലാഭകരണത്തില് ഇവനെങ്ങനെ ഇദ്ദേഹത്തിന് പൈസ നമുക്ക് കണ്ടെത്താൻ പറ്റാം? അദ്ദേഹം ഒരു കൊല്ലം പോയി ജയിലിൽ പാപ്പത്തെ കാണിച്ചാൽ പൈസ അടയ്ക്കാൻ പറ്റിയ മുനിസിപ്പൽ കൗൺസിലിന്റെ അധികാരത്തിന്റെ പരിമിതി എന്ന് പറഞ്ഞിട്ട് നമുക്കറിയാം. മുനിസിപ്പൽ കൗൺസിലിന് നിയന്ത്രിക്കാനും ഭരണപരമായ കാര്യങ്ങളിൽ ഇടപെടാനുള്ള ചുമതല മുനിസിപ്പൽ സെക്രട്ടറിക്കാണ്. അവരുടെ ഡയറക്ടർ അഡ്മിനിസ്ട്രേഷനിലെ ഉത്തരവാദിത്വം മുനിസിപ്പൽ സെക്രട്ടറിക്കാണ്. അതിന് ലാക്സസ് വന്നിട്ടുകൊണ്ടാണ് ഈ പ്രശ്നം ഉണ്ടാവുന്നത്. ആ ലാക്സസ് പരിശോധിക്കുന്നത് അതിൻ്റെ അവസാനം നമ്മൾ പരാതി കൊടുത്തിട്ട് വിജിലൻസിൻ്റെ ആൻറ്റി കറപ്ഷൻ ബ്യൂറോയാണ്. അത് സ്റ്റേറ്റിൻ്റെ കീഴിലുള്ള വിജിലൻസിൻ്റെ ആൻറ്റി കറപ്ഷൻ ബ്യൂറോയാണ് നമുക്ക് അവസാനമായിട്ട് നമ്മൾ പരാതി കൊടുത്തിട്ടുണ്ട്. സ്റ്റേഷൻ ഹൗസ് ഓഫീസർക്ക് പരാതി കൊടുത്തു. അവരിതുവരെ നടപടി എടുത്തിട്ടില്ല. അപ്പോൾ ഞാൻ സംസാരിച്ചപ്പോൾ SP പറഞ്ഞു തെരഞ്ഞെടുപ്പിൻ്റെ തിരക്കാണ് കഴിഞ്ഞിട്ട് എന്നെ നടപടിയെടുക്കാം, ഇദ്ദേഹത്തെ കസ്റ്റഡിയിൽ എടുക്കില്ല. ആള് അബ്സ്കോണ്ടിങ് ആയി എന്താണെന്ന് എനിക്കറിയില്ല. മനസ്സിലാക്കി നമ്മൾ മുനിസിപ്പൽ കൗൺസിലിൻ്റെ ഭാഗത്തൊരു വിട്ടുവീഴ്ചയില്ലാത്ത സമീപന കാര്യത്തിലുണ്ടാകും. നഷ്ടപ്പെട്ട പണം ലഭിക്കണം എന്നത് തന്നെയാണ് കൗൺസിലിൻ്റെ ആഗ്രഹം. അതിനാണ് ഞാൻ ഡോക്ടറുടെ ഇടപെടൽ നടക്കുന്നത്. കൂടുതൽ ആളുകളെ എനിക്ക് കണക്ട് ചെയ്താലാണ് എല്ലാവരും കഴിയുമ്പോൾ ആശിക്കുന്നത്. 5 സെൻറ്റ് കാര്യത്തിൽ നിന്ന് പിടിക്കാൻ പറ്റും. നിങ്ങളോട് ചോദിച്ച ചോദ്യം തന്നെ ശരി. 5 സെൻറ്റ് ഭൂമി അതിൻ്റെ റീലേഴ്സിന് എന്ത് കിട്ടുന്ന മുനിസിപ്പാലിറ്റിയുടെ പണം കിട്ടില്ല. അതിനുള്ള പരിശ്രമം തന്നെയാണ് ചെയർമാൻ തന്നെ ഞാൻ ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ മുനിസിപ്പൽ ചെയർമാൻ്റെ അധികാരങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും നന്നായിട്ട് അറിയാം. നിങ്ങൾക്ക് പ്രത്യേകിച്ച് അറിയാം. 10 കൊല്ലം കൗൺസിലറായിട്ട് അറിയില്ല. അപ്പോൾ അതിൻ്റെ ഉത്തരവാദിത്വം മുനിസിപ്പൽ സെക്രട്ടറിയാണ്. അതിൻ്റെ ഉത്തരവാദിത്വം ഒഴിവാക്കാൻ പറ്റില്ല. അത് A or B ഷാജിക്കോ അവസരമോ ആരായാലും അതിന് ഒഴിവാക്കാൻ പറ്റില്ല. അവരെല്ലാവർക്കും ആൻസർ ചെയ്യുന്നത് എന്താണ് ഉണ്ടായിരുന്നത് പറയാം. ശ്രീ കൂടൽമാണിക്യം ക്ഷേത്രോത്സവം തന്ത്രിമാരുടെ നിസ്സഹകരണം ഭക്തജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്ന് കൂടൽമാണിക്യം ദേവസ്വം മാനേജിംഗ് കമ്മിറ്റി. ക്ഷേത്രത്തിലെ തന്ത്രിമാരെന്ന പേരിൽ ചിലർ സമൂഹ മാധ്യമങ്ങളിലൂടെയും മറ്റ് നടത്തിവരുന്ന പ്രചരണം ഭക്തജനങ്ങളെ അവഹേളിക്കുന്നതാണെന്ന് ദേവസ്വം മാനേജിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് CK ഗോപി പറഞ്ഞു. 2025 പ്രതിഷ്ഠാ ദിനം മുതലാണ് തന്ത്രിമാരുടെ നിസ്സഹകരണം ആരംഭിക്കുന്നത്. നിയമപ്രകാരം നിയമിച്ചിരിക്കുന്ന കഴകക്കാരനുമായി യോജിച്ചു പോകുവാൻ സാധ്യതയില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് തന്ത്രിമാർ നിസ്സഹകരണം ആരംഭിച്ചത്. തുടർന്ന് നടന്ന ചടങ്ങുകളിൽ വെളുത്തേടത്ത് തറനല്ലൂർ മന പത്മനാഭൻ നമ്പൂതിരിപ്പാടും അനി പ്രകാശ് നമ്പൂതിരിപ്പാടും മാത്രമാണ് താന്ത്രിക കർമ്മങ്ങൾ നിർവഹിച്ചിട്ടുള്ളത്. ക്ഷേത്രത്തിൽ ഇപ്പോൾ നടന്നുവരുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ വിദഗ്ധരുടെ നിർദ്ദേശപ്രകാരമാണെന്ന് അഡ്വക്കേറ്റ് CK ഗോപി പറഞ്ഞു. ക്ഷേത്രോത്സവവുമായി ബന്ധപ്പെട്ട് കലശത്തിന്റെ സമയക്രമത്തിൽ വരുത്തിയ മാറ്റം ക്ഷേത്രോത്സവത്തെ ബാധിക്കില്ല. തന്ത്രിയുടെ അടക്കം നിർദ്ദേശത്തിന്റെയും അടിസ്ഥാനത്തിൽ വരുത്തിയ മാറ്റത്തിനെതിരെ സ്വാർത്ഥ ലാഭത്തിനായി ചിലർ കുപ്രചരണം നടത്തിയതായെന്നും അഡ്വക്കേറ്റ് CK ഗോപി കുറ്റപ്പെടുത്തി. ദേവസ്വം ഭരണസമിതി അംഗങ്ങളായ ഡോക്ടർ മുരളി ഹരിതം, അഡ്വക്കേറ്റ് KG അജയ് കുമാർ, രാഘവൻ മുളങ്ങാടൻ, K ബിന്ദു, അഡ്മിനിസ്ട്രേറ്റർ GS രാധേഷ് എന്നിവരും വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചിരുന്നു. ഇവിടുത്തെ തന്ത്രിമാർക്ക് എന്തെങ്കിലും വിഷമങ്ങളോ പ്രയാസങ്ങളോ അല്ലെങ്കിൽ അവർക്ക് അതിൻ്റെ ആവശ്യങ്ങളുണ്ടെങ്കിൽ കോടതിയുമായി ബന്ധപ്പെട്ട് കോടതിയിൽ നിന്ന് ഒരു ഉത്തരവ് വാങ്ങിക്കൊണ്ടുവന്നാൽ അത് നടപ്പിലാക്കാൻ ദേവസ്വം മാനേജ്മെൻറ്റ് കമ്മിറ്റിക്ക് സാധിക്കുള്ളൂ എന്ന് വ്യക്തമായിട്ട് ഈ പറയുന്ന തന്ത്രിമാർക്ക് നമ്മൾ അറിയിച്ചിട്ടുണ്ട്. പക്ഷെ അതിന് ശേഷം ഉത്സവം ഈ പറയുന്ന പ്രതിഷ്ഠാ ദിനവും 2026 നടത്തുന്നതിന് വേണ്ടി വീണ്ടും തന്ത്രിമാരുടെ യോഗം വിളിച്ചു ചേർക്കാനായിട്ട് കത്ത് കൊടുത്തു.
ആ യോഗത്തിലും അവർ പങ്കെടുക്കില്ല എന്ന് പറഞ്ഞ് പങ്കെടുക്കാൻ സാധിക്കുന്നതല്ല എന്ന് പറഞ്ഞായിട്ട് മറുപടി തരിക ചെയ്തത്. അപ്പോൾ കഴിഞ്ഞ ഉത്സവത്തിന് ശേഷം അതിനുള്ള കാലഘട്ടത്തിന് ശേഷം ഇന്ന് വരെ ഇവിടുത്തെ 5 തന്ത്രിമാർ ഈ ക്ഷേത്രത്തിലെ ആചാരാനുഷ്ഠാനങ്ങളുമായിട്ട് യാതൊരു വിധത്തിലുള്ള പങ്കാളിത്തമില്ല, സഹകരണമില്ല, യാതൊന്നുമില്ല. അതാണ് ഈ തന്ത്രിമാരുടെ ഇപ്പോഴത്തെ സ്ഥിതി. ഈ 5 തന്ത്രിമാർ ഇപ്പോൾ തന്ത്രിമാരെന്ന് അവകാശപ്പെടുന്ന ആളുകളോ അല്ലെങ്കിൽ മറ്റു വിധത്തിലുള്ള ആളുകളോ നാഥനില്ലാത്ത രീതിയിൽ വിവിധങ്ങളായിട്ടുള്ള വ്യാജമായ പോസ്റ്റുകൾ ഈ ക്ഷേത്രത്തിൻ്റെ പരിസരത്ത് പതിച്ച് മാനേജ്മെൻറ്റ് കമ്മിറ്റിയെയും അതുപോലെ തന്നെ ഭക്തജനങ്ങളെയും ഇവിടുത്തെ പ്രതിഷ്ഠയെയും അപമാനിക്കുന്ന രീതിയിലും അവഹേളിക്കുന്ന രീതിയിലുള്ള പ്രചരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒന്ന് പറയുന്നത് ക്ഷേത്രത്തിനകത്ത് അവരുടെ അനുവാദമില്ലാതെ കെട്ടിടം നിർമ്മിച്ചു. ആ കെട്ടിടം എന്ന് പറയുന്നത് വെടിപ്പുരയായിട്ട് ബന്ധപ്പെട്ടതാണ്. വെടിപ്പുര എന്ന് പറയുന്നത് നിയമം അനുസരിച്ച് വെടിപ്പുരയ്ക്ക് ആവശ്യമായിട്ടുള്ള വെടിമരുന്ന് സൂക്ഷിക്കുന്നതിന് പ്രത്യേക കെട്ടിടവും മുറിയും ഗോഡൗണും, ഇത് പ്രവൃത്തി ചെയ്യുന്നതിന് സെപ്പറേറ്റ് ആയിട്ടുള്ള വേറെ മുറിയും വേണമെന്നാണ് ഈ നിയമവുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ട് കഴിഞ്ഞ ഒരു വർഷമായിട്ട് എല്ലാ ആചാരാനുഷ്ഠാനങ്ങളും നടത്തുന്ന ആ തന്ത്രിയുടെ എല്ലാ അനുവാദത്തോടും സമ്മതത്തോടും കൂടിയാണ് എല്ലാ കാര്യങ്ങളും ഈ ക്ഷേത്രത്തിൽ കഴിഞ്ഞൊരു വർഷമായിട്ട് നടക്കുന്നത്. അതുകൊണ്ട് നമ്മളിപ്പോൾ ഒരു തന്ത്രിമാരായിട്ട് അംഗീകരിക്കുന്നില്ല. കാരണം ക്ഷേത്രത്തിൻ്റെ ആചാരാനുഷ്ഠാനങ്ങളിൽ ഒരു വർഷമായിട്ട് സഹകരിക്കാത്ത ആളുകളെ എങ്ങനെയാണ് നമുക്ക് തന്ത്രിമാരായിട്ടാണ് പിന്നെ ഇവരെ അംഗീകരിക്കാൻ പറ്റുന്ന ഇവരെ ഫോട്ടോ വെച്ചിട്ട് ഞങ്ങൾ ഇവരും തന്ത്രിമാരാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കുമോ? പറ്റില്ല. അതാണ് ഈ ഇപ്പോൾ നമ്മുടെ ഈ ഇരിഞ്ഞാലക്കുടയിലും മീഡിയാസിലും നടക്കുന്ന ഒരു ചെറിയ കാര്യമാണ്. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.